ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വായനാ ദിന ക്വിസാണ്. നമുക്കറിയാം ജൂൺ 19 വായനാ ദിനമാണ്. അപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എല്ലാ ചോദ്യങ്ങളും നമുക്ക് പഠിച്ച് തന്നെ പോവാം. വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി വായനാ ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം: എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഏതാണ്? മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നോക്കിക്കോളൂ. തുഞ്ചൻ പറമ്പാണ്. മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തുഞ്ചൻ പറമ്പ്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. അടുത്ത ചോദ്യം നോക്കാം. മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം. മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഇതാണ്: സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. എല്ലാവരും പഠിച്ചു വെച്ചോളൂ. മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യ നോവൽ. മലയാളത്തിലെ ആദ്യ നോവൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം ഇതാണ്: കുന്തലത. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. പഠിച്ചു വെച്ചോളൂ. മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. കുന്തലതയുടെ കർത്താവ്. കുന്തലതയുടെ കർത്താവ്. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. കുന്തലതയുടെ കർത്താവ് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവാണ് അപ്പു നെടുങ്ങാടി. ഓർത്തു വെച്ചോളൂ. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവാണ് അപ്പു നെടുങ്ങാടി. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ നമ്മൾ പഠിച്ചു, കുന്തലതയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്: ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ദുലേഖയുടെ കർത്താവ്. ഇന്ദുലേഖയുടെ കർത്താവ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഇതാണ്: ഒ ചന്തുമേനോൻ. ഇന്ദുലേഖ എന്ന മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലിൻ്റെ കർത്താവാണ് ഒ ചന്തുമേനോൻ. അടുത്ത ചോദ്യം ഇതാണ്: മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം നോക്കാം. അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. ഓർത്തു വെച്ചോളൂ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം ചെമ്മീനാണ്. ഫേമസ് ആയിട്ടുള്ള ചെമ്മീനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് ചെമ്മീൻ. ഓർത്തു വെച്ചോളൂ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് ചെമ്മീൻ. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ. ഉത്തരം
ചെമ്മീനാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവലാണ് ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലും ചെമ്മീൻ തന്നെയാണ്. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ് ചെമ്മീൻ. അടുത്ത ചോദ്യം നോക്കാം. ചെമ്മീൻ നോവലിൻ്റെ കർത്താവ്. ചെമ്മീൻ നോവലിൻ്റെ കർത്താവ്. ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. നമ്മൾ പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് ചെമ്മീൻ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവലും ചെമ്മീൻ തന്നെയാണ്. അപ്പോൾ ഇതാരാണ് എഴുതിയത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. ചെമ്മീൻ നോവലിൻ്റെ കർത്താവാണ് തകഴി ശിവശങ്കരപ്പിള്ള. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കയർ, ഏണിപ്പടികൾ, രണ്ടിടങ്ങഴി ഇവയുടെ രചയിതാവ്. കയർ, ഏണിപ്പടികൾ, രണ്ടിടങ്ങഴി ഇവയുടെ രചയിതാവ് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചെമ്മീൻ നോവലിൻ്റെ കർത്താവാണ് തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു രചനകളാണ് കയർ, ഏണിപ്പടികൾ, രണ്ടിടങ്ങഴി എന്നിവ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ. ഉത്തരം ഇതാണ്, രണ്ടാം ഊഴം. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാം ഊഴം. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT രചിച്ച മലയാള നോവൽ. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT രചിച്ച മലയാള നോവൽ. ഉത്തരം നോക്കിക്കോളൂ, രണ്ടാം ഊഴമാണ്. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാം ഊഴം. ഇതിൽ കേന്ദ്ര കഥാപാത്രമാരാണ്? ഭീമൻ. അപ്പോൾ രണ്ടാം ഊഴം രചിച്ചിരിക്കുന്നത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യ നോവൽ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം, ഗുരുസാഗരം, കടൽ തീരത്ത്, ധർമ്മപുരാണം എന്നീ കൃതികൾ എഴുതിയത് ആരാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം, ഗുരുസാഗരം, കടൽ തീരത്ത്, ധർമ്മപുരാണം എന്നീ കൃതികൾ എഴുതിയിരിക്കുന്നത് ആരാണ്? ഉത്തരം ഇതാണ്, OV വിജയൻ. OV വിജയൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഖസാക്കിൻ്റെ ഇതിഹാസം, ഗുരുസാഗരം, കടൽ തീരത്ത്, ധർമ്മപുരാണം എന്നിവ. അടുത്ത ചോദ്യം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഉത്തരം നോക്കാം. ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലേതാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം. ആരാണ് രചിച്ചിരിക്കുന്നത്? OV വിജയൻ. അടുത്ത ചോദ്യം ഇതാണ്. അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത്. അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ലളിതാംബിക അന്തർജനം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് അവസാനത്തെ ചോദ്യം. കേശവൻ്റെ വിലാപങ്ങൾ, പ്രവാസം, ദൈവത്തിൻ്റെ വികൃതികൾ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നീ കൃതികളുടെ കർത്താവ്. ഏതൊക്കെയാണ്? കേശവൻ്റെ വിലാപങ്ങൾ, പ്രവാസം, ദൈവത്തിൻ്റെ വികൃതികൾ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നീ കൃതികളുടെ കർത്താവ് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, M മുകുന്ദൻ. കേശവൻ്റെ വിലാപങ്ങൾ, പ്രവാസം, ദൈവത്തിൻ്റെ വികൃതികൾ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ
എന്നീ പ്രധാനപ്പെട്ട രചനകൾ ആരുടേതാണ്? എം മുകുന്ദൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്, മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, വായനാ ദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്: മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരം അറിയാത്തവർ പെട്ടെന്ന് തന്നെ ആ ചോദ്യം ഉത്തരവും പോയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.